നമ്മൾ വാഷിംഗ് മെഷീൻ ടോപ്പ് ക്ലീൻ എന്നൊരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടാകും. ആ ഒരു ഓപ്ഷനാണ് നമ്മളിന്നിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇത് IFBയുടെ വാഷിംഗ് മെഷീനാണ്. ട്യൂബിൽ ക്ലീൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുമ്പോൾ ഒരു 3 എന്നുള്ള സംഖ്യ കണ്ടപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചാണ് തുടങ്ങി. 3 മിനിറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചു. വർക്ക് ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് അത് 3 മിനിറ്റ് അല്ല 3 മണിക്കൂറാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തായെന്നറിയാണ്ട് ഞാനൊന്ന് നോക്കി. അപ്പോഴത്തേക്ക് കുറേ അഴുക്കൊക്കെ ഇളകിയിട്ടുണ്ട്. അങ്ങനെ 2 മണിക്കൂർ മാത്രമായി. അപ്പോൾ ഇത് 3 മണിക്കൂർ റൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തുള്ള കംപ്ലീറ്റ് അഴുക്ക് കളവും. അഴുക്കെല്ലാം ഇറങ്ങി അത് ക്ലീൻ ആവും. നമ്മുടെ ട്യൂബ്, അതായത് വാഷിംഗ് മെഷീനകത്ത് നമ്മൾ തുണി കഴുകുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വേസ്റ്റെല്ലാം ക്ലീൻ ചെയ്യാനുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ 91 മിനിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി 1.5 മണിക്കൂറുണ്ട്. 3 മണിക്കൂർ സമയം എന്തായാലും നമ്മളിതിനെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ ഒത്തിരി വെള്ളമാവും. ഇത് വല്ലപ്പോഴും ഇതൊന്ന് ചെയ്യണത് നന്നായിരിക്കും, വാഷിംഗ് മെഷീൻ ക്ലീൻ ആകാൻ വേണ്ടി. അടുത്ത സെക്ഷൻ വെള്ളം നിറഞ്ഞിട്ട് ഫില്ലായിട്ടുണ്ട്. അതും കൂടെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ 19 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് കഴിയുമ്പോൾ നമ്മളത് ക്ലീനിങ് കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്യൂബ് ക്ലീൻ ചെയ്തിട്ടില്ലാത്തത് ചെയ്യുന്നത് നന്നായിരിക്കും. അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് എന്തുമാത്രം ക്ലീൻ ആയിട്ടൊന്ന് നോക്കാം. നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇതിനകത്തുള്ള, അതായത് ഇതിനകത്തൊരു കേജുണ്ട്, അതും ക്ലീൻ ആകാൻ വേണ്ടിയുള്ള പ്രോസസ്സാണിത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.